കഴിഞ്ഞ കുറെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച്. ഇപ്പോ വളരെ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോഴും വന്ന് എനിക്കൊരു കോള്. അതിൽ പ്രധാനമായിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ, ആ കുട്ടിക്ക് ആവാൻ ആഗ്രഹിക്കുന്നത് ഒരു ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും, പക്ഷേ പാരന്റ്സിന് വളരെ നിർബന്ധം എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ളതും. ഈ ഒരു സംഘർഷത്തിൽ ആ കുട്ടി നിന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി പഠിച്ചാൽ അവൻ എന്തായി തീരുന്ന ഒരിക്കലെങ്കിലും പാരന്റ്സിനൊന്ന് ചിന്തിച്ചു കൂടെ? എന്റെ അറിവിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തും എന്റെ അറിവിലുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സും അവർ എഞ്ചിനീയറിംഗ് ചെയ്ത് തീർത്തതിന് ശേഷം ആ നഷ്ടപ്പെട്ടു പോയ 5 വർഷത്തെക്കുറിച്ച് എന്താ പറയാ വളരെ ബുദ്ധിമുട്ടിൽ ചിന്തിക്കുന്ന ആൾക്കാർ കൂടെയുണ്ട്. കാരണം എഞ്ചിനീയറിംഗിന്റെ മോശമല്ല, എഞ്ചിനീയറിംഗ് കോഴ്സ് അടിപൊളിയാണ്, ലോകത്തെ നിർമ്മാണാത്മകമായി കാണുന്ന കോഴ്സാണ് എഞ്ചിനീയറിംഗ്. പക്ഷേ അത് പഠിക്കാൻ സ്കില്ലുള്ളവനും അതിനോട് ഒരു നൈപുണ്യങ്ങൾ യോജിക്കുന്നവനും ചെന്നാൽ മാത്രമാണ് ആ ഭാഗത്ത് അവർക്ക് നല്ല കരിയർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് 5 വർഷം കഴിഞ്ഞാൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, എന്റെ സുഹൃത്തുക്കളോട് ഒക്കെ ഉണർത്താനുള്ളത്, പറ്റുമെങ്കിൽ ഈ വീഡിയോ കുറച്ച് ലോങ്ങിൽ ഉണ്ടായിരിക്കും, പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതിന്റെ കാരണം, നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കരിയർ മക്കൾക്ക് വേണ്ടി നമ്മൾ അനിയന്മാർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ആ മകൻ ആരാന്നൊന്ന് നോക്കണം, അവന്റെ ചെയ്തികൾ എന്താ നോക്കണം, അവന് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതാ നോക്കണം. ഇത് മനസ്സിലാക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ആ കുട്ടി കളിക്കുന്നത്, അവൻ നടക്കുന്നത്, അവൻ കൂട്ടുകൂടുന്നത്, അവൻ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതി. ആ നോക്കിയിരിക്കലിൽ തന്നെ നമുക്ക് അവരെവിടേക്ക് എത്തുന്നു മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ഉദാഹരണം, ഒരു കുട്ടി ഇൻഡിവിജ്വൽ ഗെയിം എന്ന് വെച്ചാൽ ചെസ്, ലുഡോ പോലത്തെയിലാണ് അവൻ ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ജനറൽ ആയിട്ട്, അതായത് ഓടി നടന്ന് ചെയ്യുന്ന പല കരിയറും ചിലപ്പോൾ ചെയ്യണമെന്നില്ല. എന്നാൽ ചില കുട്ടികളുണ്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു കളിയും ചെയ്യില്ല, നേരെ മറിച്ച് ഫുട്ബോള്, ക്രിക്കറ്റ് പോലെ സജീവമായിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള കളികളിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി, ഈ രണ്ടാളും 2 വഴിക്കാണ്. ഇവരെ നമ്മൾ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ആവാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയോടെ നോക്കുക. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ ആ കുട്ടി പഠിക്കുന്ന പഠനങ്ങൾ നോക്കിയാൽ മതി. ചിലപ്പോൾ നമുക്കറിയാം, നമ്മളെ മക്കള് ഉറക്കെ വായിച്ച് പഠിക്കുന്ന മക്കളുണ്ടാവും, ചിലപ്പോ ഒരു ഭാഗത്തിരുന്ന് അച്ചടക്കത്തിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ പെന്നുകൊണ്ട് കാലുകൊണ്ട് താളം പിടിക്കുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നാവ് കൊണ്ട് വായിക്കുകയും പേന കൊണ്ട് എഴുതുകയും ചെയ്യുന്ന കുട്ടികൾ നമ്മളുണ്ടാവും. അല്ലെങ്കിൽ ചില കുട്ടികൾ ഇതൊന്നും ഉണ്ടാവില്ല, പുസ്തകം എടുത്ത് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വ്യക്തമാക്കുകയാണ് എന്റെ കരിയർ ഇന്ന മേഖലയിലാണ്. ഉറക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ലോകത്ത് സംസാരം കൊണ്ട് ജീവിക്കേണ്ട കുറെ കരിയറുകളുണ്ട്, കേൾക്കേണ്ട കുറെ കരിയറുകളുണ്ട്. എന്ന് വെച്ചാല് ആ കുട്ടിക്ക് ഒരു ഓഡിറ്ററി സ്കില്ലുണ്ട്, അപ്പൊ ആ മേഖലയിലേക്ക് ആ കുട്ടി പോണം. അതേപോലെ തന്നെ ഇരുന്ന് അച്ചടക്കത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ അവനെ ആ വഴിക്ക് വിടണം. ഇനി അവരുടെ കയ്യക്ഷരം നോക്കൂ, പുസ്തകം എഴുതിയ നോക്കൂ. ഒരു കുട്ടി തുടക്കത്തിൽ പേര് എഴുതിയത് ജൂൺ മാസത്തിൽ 1-ാം തീയതി എഴുതുമല്ലോ, ആ എഴുതിയ പോലെ തന്നെ അവസാന പേജും ഭംഗിയോടെ എഴുതുന്ന കുറെ കുട്ടികൾ നമുക്കുണ്ടാവും, ശരിയല്ലേ? ആ കുട്ടികള് അങ്ങനെ അടക്കമുള്ള ഒതുക്കമുള്ള വിഷ്വലി കണ്ട് മനസ്സിലാക്കാവുന്ന കരിയറിൽ അവര് ബെസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ചില കുട്ടികൾ ചിലപ്പോ പുസ്തകം എഴുതി തുടങ്ങിയ 4-5 പേജ് അടിപൊളിയായിരിക്കും, പിന്നെ അത് തോന്നിയ പോലെ ആയിരിക്കും. ചില കുട്ടികൾക്ക് പുസ്തകം എങ്ങനെയെന്ന് പോലും ഉണ്ടാവില്ല ലാസ്റ്റ് ആവുമ്പോഴേക്കും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര എഴുതിയ പുസ്തകത്തിന്റെ കോലത്തിൽ വരെ ആ കുട്ടിയുടെ കരിയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള മനസ്സാണ് ആദ്യം പാരന്റ്സിന് വേണ്ടത്. അല്ലാതെ കുറെ ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങൾ മക്കളെ നെഞ്ചത്തേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാവരുത്. ഇത് വീണ്ടും ഞാൻ ഉണർത്തുന്നതിന്റെ കാര്യം, ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കേസാണ്. പക്ഷെ ആ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് ആ കുട്ടിക്കൊരു കരിയർ ഇല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരുന്നത് നമ്മളാണ്. ഏത് കാര്യത്തിനും ROI അല്ലെ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എല്ലാത്തിലും ആവശ്യമുള്ളതാണ്. നമ്മളൊരു കുട്ടിക്ക് 4 വർഷം ഇൻവെസ്റ്റ് ചെയ്യാണ്. ഏകദേശം സാധാ ഡിഗ്രി ആണെങ്കിൽ പോലും ചെയ്തു കഴിയുമ്പോൾ 4 ലക്ഷത്തോളം ചെലവുണ്ട്. അതിന്റെ നേരം പോലെ ഇൻട്രസ്റ്റ് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ, റിട്ടേൺസ് തിരിച്ച് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ ചെയ്തത് വലിയൊരു മോശത്തരല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും അത്തരത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക, നിങ്ങളുടെ കൂടെ ഉണ്ടാകും. താങ്ക്